ഇതൊരു ശനിയാഴ്ച ദിവസമാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു ബിസിനസ് ഓണറാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനു, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു 10 ലക്ഷം രൂപ വേണം. മനു പൈസ തരാൻ വേണ്ടി ചോദിച്ചതല്ല, പക്ഷേ ഇത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികളുണ്ടോ? ഇപ്പോൾ കാര്യം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തിങ്കളാഴ്ച സാലറി കൊടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, നാളത്തെ കഴിഞ്ഞ് സാലറി കൊടുക്കണം. ലോജിക്കലി നോക്കിയപ്പോൾ, അതായത് ഹൗ എന്ന് നോക്കിയപ്പോൾ അതിനൊരു ആൻസർ കിട്ടുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ഉള്ളത് ലോജിക്കിന് ബിയോണ്ടായിട്ട് എന്തെങ്കിലും മാജിക്ക് നടക്കണം. ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം വളരെ പാനിക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡ് തിങ്കളാഴ്ച ദിവസം എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളതാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച ഈ പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ആ പണം കിട്ടാതെ വരുമ്പോൾ സംഭവിക്കാവുന്ന പ്രോബബിലിറ്റീനെ പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കോൺസിക്വൻസിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കും. സാലറി കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റാഫിന് പ്രശ്നമുണ്ടാവാം, അത് ചിലപ്പോൾ വീണ്ടുമുള്ള പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കാം. മാത്രമല്ല, അത് വളരെ ഷെയിംഫുൾ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് സാലറി കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം കൊടുത്തില്ലെങ്കിൽ. എന്നാൽ പൈസ കിട്ടാനുള്ള വഴികളൊട്ട് കാണുന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം വളരെയധികം സ്ട്രെസ്ഡാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പിലാണ്. അതായത് പണം ഇപ്പം നിലവിലില്ല, ഇനി ആ പണം കിട്ടണം. ഈ 10 ലക്ഷം രൂപ കിട്ടി ഈ സാലറി കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഞാനിനി ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് റിലീഫ് ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തിങ്കളാഴ്ച ആ പൈസ കിട്ടണം. അപ്പോൾ അവിടെ ഒരു വലിയ ഗ്യാപ്പ് കിടക്കും. സത്യത്തിൽ ഇത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ത്രെറ്റ് എന്ന് പറയുന്നൊരു സാഹചര്യമാണ്. അതായത് അവിടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഡേഞ്ചർ നമ്മുടെ ശരീരം ഫേസ് ചെയ്യുന്നത് പോലെയാണ്. സ്ട്രെസ് ഹോർമോൺ കൂടിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ബ്രെയിന് ഒരു ത്രെറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യപ്പെട്ടു. സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു. സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ബോഡിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്ട്രെസ് ഹോർമോൺ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ സർവൈവലിനെ മാത്രമാണ്. അതായത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു തോട്ടിൽ മാത്രമായിരിക്കും നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത്. വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പാനിക് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ചിന്തകൾ വരുന്നത്, നടന്നില്ലെങ്കിൽ വേഴ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ടുള്ള, അതിനെ പ്രിപ്പയർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു അപകടത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ മാനസികാവസ്ഥ ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാത്രിയിലും ഒക്കെ ഈ അവസ്ഥയാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ, സ്വാഭാവികമായിട്ട് തിങ്കളാഴ്ചയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ബ്രെയിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രശ്നം തന്നെയായിരിക്കും. അദ്ദേഹം തിങ്കളാഴ്ച മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതും ഇതേ പ്രശ്നം തന്നെയായിരിക്കും. അതായത് ആ പണം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഷെയിംഫുൾ ആയിട്ടുള്ള ഇവൻറ്റ് വന്നു, സ്റ്റാഫിന് ബുദ്ധിമുട്ട് വന്നു, സാലറി കൊടുക്കാൻ പറ്റിയില്ല. ഇതെല്ലാമായിരിക്കും അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു മറ്റ് വശം എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പണത്തിന് പണം തന്നെ വേണം. അതല്ലാതെ മറ്റ് മോട്ടിവേഷനോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു കാര്യവും അതിന് ബദലാവില്ല. കാരണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം എന്ന് വിചാരിച്ച് തിങ്കളാഴ്ച വരെ നോക്കിയിരുന്നാൽ ഒരു പക്ഷേ പണം വരണമെന്നൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ വരണമെന്നുമില്ല. അതല്ല യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ നിമിഷത്തിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതായത് ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ നിമിഷം അൺസേഫ് ആണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്ത വരുന്നത് വേഴ്സ്റ്റ് കേസ് സെനാരിയോയിലേക്കാണ്. എന്നാൽ ഇനി മറ്റൊരു സെനാരിയോയിൽ നമുക്ക് നോക്കാം. നമ്മുടെ ന്യൂറോൺസിനെ മറ്റൊരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്ന് വിചാരിക്കുക. പണത്തിൻ്റെ പ്രശ്നം റിയലാണ്, അത് കൊടുക്കേണ്ട പണം തന്നെയാണ്. അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്നാണ് നമ്മുടെ ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അത് വളരെ ശരിയാണ്. ഇതിന് പകരം നമ്മുടെ നെർവ് സിസ്റ്റത്തെ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് പോലെ മനസ്സുകൊണ്ട് റീസെറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാലും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. റീസെറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നതാണ് ശ്വസനം എന്ന് പറയുന്നത്. ഇത് വളരെയധികം ആളുകൾ പറയുന്ന ഒരു കാര്യമാണെങ്കിലും ദീർഘശ്വാസം എടുക്കുക. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ അതിന് സൊമാറ്റിക് റിലീസ് ബ്രീത്തിങ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ ഇരട്ടി സമയമെടുത്ത് നമ്മൾ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നു. 4 സെക്കൻഡ് സമയം കൊണ്ടാണ് ശ്വസിക്കുന്നതെങ്കിൽ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നത് 8 സെക്കൻഡ് എടുത്തുകൊണ്ടാണ്. ഇത് 2 മിനിറ്റ് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരീരത്തിനുള്ളിലൊരു മാറ്റം നടക്കും. ബ്രെയിൻ സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിൽ നിന്നും പാരസിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ആവും. അതായത് സംഹൗ നമ്മുടെ ബ്രെയിൻ ബ്രീത്തിങ് റിലാക്സ് ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത് ഡേഞ്ചർ എന്ന് പറയുന്ന സിറ്റുവേഷൻ മാറിയിരിക്കുന്നു,
ഇപ്പോൾ സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ്. സേഫാണ് എന്ന് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഒരു കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ റിലാക്സ് ആവാൻ തുടങ്ങും. സ്ട്രെസ് ഹോർമോണെ പിൻവലിച്ചിട്ട് നമ്മുടെ ഓരോ മസിൽസും റിലാക്സ് ആവാനുള്ള മെസ്സേജ് ബ്രെയിൻ കൊടുക്കുകയും ശരീരത്തിലെ ഓരോ മസിൽസും റിലാക്സ് ആവാൻ തുടങ്ങിയാൽ ത്രെറ്റ് എന്ന് പറയുന്ന ആ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് നമ്മുടെ ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോ സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ ചെറിയൊരു ആശ്വാസം കിട്ടും. അതായത് യെസ്, എന്താണ് എന്ന് നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം അറിയാം, ഫിയർ ബേസ്ഡ് ഡിസിഷൻ എടുക്കുന്നതാണോ അതോ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിന്നുള്ള ഡിസിഷൻ ആയിരിക്കും എപ്പോഴും നല്ലൊരു ആക്ഷൻ റിസൾട്ട് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഡേഞ്ചർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കുന്ന ബ്രെയിനെ കൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരല്പം ആശ്വാസം അവിടെ ഒരുപക്ഷെ കിട്ടിത്തുടങ്ങാം. നമുക്ക് നല്ല ചിന്തകൾ തലയിൽ നിന്ന് വരാൻ തുടങ്ങും. അത്തരം നല്ല ചിന്തകൾ വന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപയുടെ അത് സ്വാഭാവികമാണ്. ക്രിയേറ്റീവായിട്ടുള്ള ചില തോട്ട്സ് വരും. എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ ആ ക്രിയേറ്റീവ് ചിന്തയിൽ നിന്ന് നമ്മൾ റിലാക്സ് ആകുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് വഴികളുണ്ടാവാം ഒരുപക്ഷെ ആ പണം വരാനായിട്ട്. ഇനി തൽക്കാലം ലോജിക്കലി അല്ലെങ്കിൽ തൽക്കാലം ഒരു വഴികളും സംഭവിച്ചില്ലെങ്കിലും നമ്മൾ അവിടെയാണ് ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പരിശീലിക്കുന്നതാണ്. ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പണം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന പോലെ തിങ്കളാഴ്ച ദിവസം ഈ 10 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥ. ബിക്കം ആൻ ഇൻവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നില്ലെങ്കിൽ 10 ലക്ഷം വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് നടന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമായിരിക്കുന്നു. ഇനി ആ പ്രശ്നമായാൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഉണ്ടാവുക? തീർച്ചയായിട്ടും നമുക്കറിയാം, ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളാണ് അതിൻ്റെ പിന്നിൽ ചില ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കത് ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ആ അകത്ത് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മളവിടെ സംഭവിക്കുന്നത് ആ സിറ്റുവേഷനെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടാനുള്ള മാനസികാവസ്ഥയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ത്രൂ ഔട്ട് ദി ഡേ മെഡിറ്റേഷൻ ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, തിങ്കളാഴ്ച ദിവസത്തേക്ക് എന്തെങ്കിലും മാജിക്ക് നടക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ തിങ്കളാഴ്ച ദിവസം നടന്നില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കൊളാപ്സ് ആവും. അതിന് പകരം റിലാക്സ് ആവുന്നു, നമ്മളവിടെ എന്തും നേരിടാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. യെസ്, അത് സംഭവിച്ചില്ലെങ്കിലും ഇതിനു മുമ്പും ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നു, ശ്രമിക്കാവുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയും നടന്നില്ലെങ്കിൽ അവിടെയാണ് അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെൻറ്റ് പരിശീലിക്കുന്നത്. അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യെസ്, നമുക്കത് വേണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, നമ്മൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്കായില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും നടക്കില്ല എന്നതിന് പകരം യെസ്, അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമ്മളുടെ ബ്രെയിന് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വേഴ്സ്റ്റ് കേസ് സെനാരിയോ ചിലപ്പോൾ നല്ലൊരു അവസരമായി മാറിയേക്കാം. ഒരുപക്ഷെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയേക്കാം, ചിലപ്പോൾ എല്ലാവരും തന്നെ ചിലപ്പോൾ പോയിരിക്കാം, കമ്പനി തന്നെ കൊളാപ്സ് ആയേക്കാം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പിറകിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അത് ഈ പ്രശ്നം കൊണ്ട് നമ്മൾ മറച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഇതാണോ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സെനാരിയോസൊക്കെയാണ് ഒരാളുടെ ലൈഫിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തിൽ ശക്തമായി ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ ആ കാര്യം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ചിന്തിക്കും. അതല്ല യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ പറയുന്നത്. യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന അൺസേഫ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ റീവയറിങ്ങിൽ നിന്നും സേഫ് ആയിട്ടുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ വയറിങ്ങിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ വളരെ ശാന്തമായി അതിനെ നേരിടാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെർവ് സിസ്റ്റം ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന്
അതുമായിട്ട് അഡാപ്റ്റ് ആവും. പെട്ടെന്ന് നമുക്കൊരു ചലഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഡേഞ്ചറിലാണ് എന്ന് തോന്നിയാൽ പോലും ഇത് നിരന്തരമായിട്ട് പരിശീലിക്കുമ്പോഴത്തേക്കും ഈ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിനകത്തൊരു സേഫായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് നമ്മുടെ ബ്രെയിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റത്തെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ വളരെ റെസീലിയൻ്റ് ആയിട്ട് നമുക്കൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റുക.